രാവിലെ നമ്മുടെ ടിഫിൻ ബോക്സ് സെക്ഷനിലാട്ടോ അങ്കുവിൻ്റെ ടിഫിൻ ബോക്സിലേക്ക് ഇന്ന് വെച്ച് കൊടുക്കുന്ന ട്രയാങ്കിൾ പറാട്ടയാട്ടോ. ട്രയാങ്കിൾ പറാട്ട എന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഓൾമോസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങ് പരത്തി എടുത്തിട്ട് കുറച്ച് കട്ടിയായിട്ട് കേട്ടോ പറാട്ട പോലെ ഞാൻ കൊടുത്തു വിടാൻ പോകുന്നത്. തലേദിവസം കുറച്ച് പനീറിൻ്റെ കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചൂടാക്കി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിഫിൻ ബോക്സ് സെക്ഷൻ. ഇവിടെ ആകെ ഒരു വല്ലാത്ത ക്ലൈമറ്റ് ആട്ടോ. മഴ, വെയിൽ, ചൂട് എല്ലാം കൂടെ ഒരു മിക്സ് ആകുമ്പോഴേ എനിക്ക് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഈ ഒരു കാലാവസ്ഥയിൽ കിച്ചണിൽ നിന്ന് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അതേ നമ്മുടെ പറാട്ടകൾ റെഡിയാക്കി എടുത്തു, കറിയും ചൂടാക്കി. നല്ല ചൂടാണ്, കുറച്ച് നാറിയിട്ട് അടച്ചു കൊടുക്കാം കറി. എന്നിട്ട് പിന്നെന്താ പതിവ് പോലെ രാക്കയുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക്, നമ്മുടെ പാല് കാച്ചുന്നു. സെയിം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെയും ഓഫീസിൻ്റെയും തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. നാട്ടിൽ പിന്നെന്താ വിശേഷം? ഓണത്തിരക്കൊക്കെ തുടങ്ങി കാണുമല്ലേ? ഇവിടെ ഉള്ളവർക്കൊക്കെ ഓണം എന്താ പോലും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ സദ്യ ഉണ്ടാക്കും. രാത്രി സ്റ്റാൻഡിൽ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു, അത് പുറത്തോട്ട് വിരിക്കാൻ വേണ്ടി ഇത് ബാൽക്കണിയിലോട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഒരുവിധം നല്ല മഴ ഉണ്ടായിരുന്നേ പകലൊക്കെ. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് മഴയെ പെയ്തിട്ടില്ലാത്ത ലക്ഷണത്തിൽ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുക പുറത്തൊക്കെ. അപ്പോൾ എന്തോരം ചൂടുണ്ടെന്ന് ഞാൻ ആലോചിക്കുക. അവരാക്കെ പുറത്ത് ഇവിടെ ഒരു കുട്ടി വാഴ കണ്ടിട്ട് ഒരു ഇല മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് ഉണങ്ങി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചത് കളയണ്ട വെച്ചിട്ട് നമ്മുടെ പഴവും ഒരുവിധം നന്നായിട്ടിരുന്ന് പഴുത്തു. അപ്പോൾ ഞാൻ ഗോതമ്പ് മാവിൽ ഈ പഴം അങ്ങ് ഇങ്ങനെ ഇറുത്തിട്ടിട്ട് നന്നായിട്ട് അങ്ങ് കൈ വെച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ശർക്കരപ്പൊടിയും 4-5 ഏലക്കയും പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ ആട്ടോ. തേങ്ങ ശരിക്കും മുഴുവനായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചിരുകി ഇടുന്നത്. പക്ഷെ ഞാൻ ഈ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ വെച്ചിട്ട് അടച്ചൊരു 10-15 മിനിറ്റ് വെച്ച് തുറന്ന് നോക്കിയപ്പോൾ നല്ല മയം വന്നു. പിന്നെ നമ്മുടെ ഉണങ്ങിയ ആ ഒരു വാഴയില ആണെങ്കിലും കുറച്ച് നെയ്യ് ഈ മാവിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് സ്റ്റീംഡ് ആവിയിൽ പുഴുങ്ങിയ പഴം കൊണ്ടുണ്ടാക്കിയ അപ്പം. നമ്മുടെ നാട്ടിൽ തെരളിയില, വയനയില അതിനകത്തൊക്കെ ഉണ്ടാക്കുന്ന തെരളി എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. കുമ്പിളപ്പം ഞാൻ അന്ന് ഹർഷ കൊണ്ടുവന്ന് കാണിച്ചില്ലേ, അതുപോലെ ചക്ക വെച്ചായിരുന്നു അത്. ആ ഒരു രീതിയിൽ ഞാൻ വാഴയിലയിൽ പഴം അട പോലെ, അടയല്ല ഞാൻ പറഞ്ഞില്ലത്, ഈ രീതിയിലിരിക്കും സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ടേ. ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരും. പുറത്ത് വെച്ചാൽ ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ നൂല് വലിയും പഴം ചേർത്തോണ്ട്. പക്ഷെ കുറച്ച് നന്നായിട്ട് ആറിയതിന് ശേഷം കഴിക്കുന്നതല്ല. എനിക്കാണെങ്കിൽ ഞാൻ കഴിച്ചോളാൻ വേണ്ടി ചൂടോടെ എടുത്ത് കഴിക്കുക. സംഭവം നല്ല പൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കെന്താ കിട്ടാതെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേലും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അപ്പം അങ്കൂനും ഇത് ഇഷ്ടമാണ്, രാക്കയ്ക്കും ഇഷ്ടമാണ്. അപ്പം അത് ഞാൻ സൈഡാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്കൊരു സന്തോഷമായി കേട്ടോ. ഇങ്ങനെയുള്ള ഈ നാടൻ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ അതേ നമ്മുടെ കിളിക്കൂട്. കിളിയെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? പക്ഷെ കിളി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കിളി പറന്നു പോയി. സാധാരണ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ അത് ചിലപ്പോൾ ഇങ്ങനെ പറന്നു പോകുന്നു. ഇപ്പോൾ അതിനകത്ത് ഇല്ല. അപ്പുറത്തെ സൈഡിലോട്ടായതുകൊണ്ട് നമുക്ക് കാണാനും പറ്റത്തില്ല. അതിൻ്റെ തൊട്ടടുത്ത് ആ പൂവിൽ നിന്ന് തേനൊക്കെ കുടിച്ചിട്ട് അത് സുഖമായിട്ടിരിക്കുക. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴയില്ലെന്ന് തോന്നുന്നുണ്ട്. ഓൾറെഡി ഇന്നലെ തുണി കഴുകിയിട്ടതുകൊണ്ട് അത് ഈ വെയിലത്ത് ഇങ്ങനെ ചൂട് കിട്ടി അങ്ങ് ഡ്രൈ ആയിക്കോളും. പിന്നെന്താ, ഇനി ലഞ്ചും കാര്യങ്ങളൊക്കെ വേണ്ടേ? ഓണത്തിന് ചെറിയുള്ളിയും മറ്റേരിയൊക്കെ ഹർഷ കൊണ്ടുവന്നതുണ്ട്, വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ നാട്ടിലെ നാടൻ പപ്പടം വാങ്ങണമെന്നുണ്ട്. അത് നമ്മൾ ഡൽഹിയിലോ ഗുഡ്ഗാവിലോ പോയി വാങ്ങേണ്ടി വരും. അപ്പോൾ ചെറിയൊരു സദ്യയുടെ ഒരു പ്ലാനൊക്കെ എൻ്റെ മനസ്സിലും ഉണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, എന്നാലും ഹാപ്പി. സെപ്റ്റംബർ 15 അല്ലേ ഈ പ്രാവശ്യം ഓണം. നമ്മുടെ ലഞ്ചിനൊരു ഹെൽത്തി 1 പോട്ട് മീലാട്ടോ. അപ്പോൾ കുറച്ച് നെയ്ക്കകത്ത് നമ്മുടെ ഹോൾ സ്പൈസസ് ആയിട്ട് കൊടുക്കുന്ന കേട്ടോ. പെരിഞ്ചീരകം, കുറച്ച് ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും ബീട്രൂട്ടും ഉണ്ടായിരുന്നു, പക്ഷേ അങ്കൂന് അത് അത്ര വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് ബീട്രൂട്ട് കാണുമ്പോൾ അവന് കഴിക്കാൻ ഒരു വിഷമം. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അവന് ഉരുളക്കിഴങ്ങ് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും സോക്ക് ചെയ്ത് ഞാൻ ഈ ഗ്രീൻ പീസ് വെക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഞാൻ കറി ഉണ്ടാക്കാൻ പോകുമ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെക്കും. അതിങ്ങനെ പുലാവ് പോലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അതുണ്ടായിരുന്നു. അതും ഒരു പിടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ തക്കാളി, അത് ഒരുവിധം നല്ല വലിയൊരു തക്കാളി കേട്ടോ, ഒരു ടേസ്റ്റ് ആവും. പിന്നെ ഖൂബ് സാര എന്നിവിടെ പറയാം, അതായത് കുറേ കരിവേപ്പില പിന്നെ നമുക്ക് കിട്ടാൻ പാടില്ല. നമ്മുടെ മുറ്റത്ത് ഇഷ്ടംപോലെ കരിവേപ്പിൻ്റെ ചെടികളുണ്ട്. അതിൽ നല്ല ഇനത്തിലെ ഒരെണ്ണം നമ്മുടെ ഒരു മുലയിലോട്ട് നിൽപ്പുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഇതാകുമ്പോഴേ അടിക്ക് പിടിക്കത്തുമില്ല, നല്ലൊരു ഫ്ലേവറും കിട്ടുമല്ലോ. അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണവും കാര്യങ്ങളും ഒക്കെ മാറ്റി അതിനുശേഷം നമ്മുടെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കുന്നില്ല, ഓൾറെഡി ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ. പിന്നെന്താ കസൂരി മേത്തി ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് കേട്ടോ.
ഇവിടെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഇഷ്ടമാണ്, കാരണം നമ്മൾ കഴിച്ചത് ശീലമായിട്ടാണ്. എന്നിട്ട് എന്താ, നമ്മുടെ സോന മസൂരിയുടെ റൈസാണ്. അത് ഞാനൊരു 15 മിനിറ്റ് ഒന്ന് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുക നമ്മുടെ ആ ഒരു പുലാവ് അല്ലെങ്കിൽ റൈസിന്. ഒരു മസാല റൈസ് കേട്ടോ, സിമ്പിൾ മട്ടൻ മസാല റൈസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഈ അരിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില എൻ്റെ ഉണ്ടായിരുന്നു, അതും കൂടെ അതേ പൊട്ടിച്ചിട്ട് കൊടുത്തു. ഒരാക്കെ അന്നില്ല ദം ബിരിയാണി ഉണ്ടാക്കിയില്ലേ തലശ്ശേരി സ്റ്റൈൽ, അതിനകത്ത് മല്ലിയില വാങ്ങിയത്, അതൊക്കെ പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ ഇരുന്ന് കേടായി കളയേണ്ടി വരും. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ടിട്ട്, മിൻറ്റുണ്ടെങ്കിൽ അതും ചേർത്ത് കിടക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം മിൻറ്റൊന്നുമില്ല. മല്ലിയിലയും കൂടെ ചേർത്ത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളമായിരിക്കും എപ്പോഴും നല്ലത്, പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം, പക്ഷേ ചൂടുവെള്ളമായിരിക്കും കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലേവർ നിൽക്കാൻ നല്ലത്. വേണമെങ്കിൽ നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളുടെ അരിയുടെ അനുസരിച്ച് കേട്ടോ. ഞാനിപ്പോൾ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടില്ല. ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ ആവിയൊക്കെ മാറിയിട്ട് തുറന്നു നോക്കി, ഇതേ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വിസിൽ കൊടുക്കുന്നത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ച്. എൻ്റെ കുറച്ച് പഴയ കുക്കറായതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ. പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ ഒറ്റ വിസിൽ കൊടുത്താൽ മതി. ചിലർക്ക് ചിലതിൽ രണ്ടത് അവരവരുടെ കുക്കറിനെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ആ രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ. എനിക്ക് പഴകിയതുകൊണ്ട് എനിക്കറിയാം, എനിക്ക് 3 വിസിലിൽ ഇത് അരി ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. സോനാ മസൂരിക്ക് കുറച്ചും കൂടെ വേഗമുണ്ട് ബസ്മതിനെ കാട്ടി. അപ്പോൾ അത് നല്ല സെറ്റായിട്ട് സൈഡായിട്ടുണ്ട്. പിന്നെ ഞാൻ സിമ്പിൾ തൈര, ഇവിടെ മറ്റേ റൈത്ത ബൂന്തി റൈത്തയാണെങ്കിൽ പിന്നെയും കഴിക്കുക, അല്ല നമ്മുടെ ഈ സവാള അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റേണ്ടി വരും. എനിക്ക് ആ ഉള്ളി റോ ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ പിന്നെ വെച്ചാൽ അത് കഴിക്കാനും പറ്റത്തില്ല. പിന്നെ സിമ്പിളായിട്ടുള്ള തൈരാണ് ഇവിടെ ഉള്ളവർക്കെല്ലാം ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വേറെ റൈത്തയൊന്നും ഉണ്ടാക്കുന്നില്ല. ബൂന്തി എൻ്റെ കയ്യിലില്ല, ബൂന്തി റൈത്ത ഉണ്ടാക്കുക, അത് കഴിഞ്ഞു പോയി. അപ്പോൾ അതേ അതും പ്ലേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ 1 പോട്ട് ലഞ്ച് അല്ലേ, 1 പോട്ട് മീൽ. ഇത് ഏത് സമയം വേണമെങ്കിലും ടിഫിനിലൊക്കെ ആൾക്കാർക്ക് കൊടുത്തു വിടാം. നമുക്ക് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ചെയ്താൽ നമുക്കും ഒരു സന്തോഷമല്ലേ. ഒരു ചേഞ്ചൊക്കെ ആരാ ആഗ്രഹിക്കാത്ത. പിന്നെന്താ, അങ്ങനെ ഒരുവിധം ഒതുങ്ങിയിട്ട് ഞാൻ പറഞ്ഞാലും ഇപ്പോൾ ഞാൻ ഭയങ്കര മധുരം കൊതിച്ചായിട്ട് വരികയാണ്. രാക്കയാണെങ്കിൽ സ്നേഹത്തോടു കൂടി ഇത് വാങ്ങി വെക്കുകയും ചെയ്യും. പുള്ളിക്ക് അത് കൊടുക്കുമ്പോൾ കഴിക്കാനും ഇച്ചിരി മടിയാണ്, കാരണം പുള്ളിക്ക് തടി വെക്കുമെന്ന്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് നല്ല വണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം കഴിച്ചിട്ട് രാക്കയെ വന്നിട്ടുണ്ട് ലഞ്ച് കഴിക്കാൻ കൊടുക്കാം, നമുക്ക് അത്ര ഓളത്തില്ലല്ലോ. രാക്കയ്ക്ക് ഇഷ്ടമാട്ടോ, കഴിച്ചോളൂ. ഇതൊക്കെ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ രാക്കയും ലഞ്ച് കഴിച്ച് ഇറങ്ങുക. അങ്ങനെ ഒരുവിധം നമ്മുടെ സെറ്റായി. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് നമുക്ക് അത് മൂഡാണ് ശരിക്കും സത്യം പറഞ്ഞാൽ. പ്ലാൻ ചെയ്യാന്നൊക്കെ വെച്ചാലേ നമ്മുടെ മൂഡ് അനുസരിച്ച് ചില ദിവസം നമുക്ക് ഒന്നും ഉണ്ടാക്കാനൊരു മൂഡും കാണത്തില്ല, എഴുന്നേൽക്കുമ്പോൾ തന്നെ ഡെസ്പായിരിക്കും. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ചില ദിവസം ഭയങ്കര എനർജിയും ഭയങ്കര ഹാപ്പി ആയിരിക്കും, എനിക്കറിയത്തില്ല അതിൻ്റെ ഒരു എന്താ പറയുക ബാക്കിലുള്ള സംഭവം. അങ്ങനെ അങ്കൂന്തേ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനിന്ന് പറാട്ട ആയതുകൊണ്ട് വലിയ വിശപ്പ് കാണത്തില്ല, കാരണം കുറച്ച് ഹെവി ആണല്ലോ അത്. ബ്രെഡൊക്കെ ആണെങ്കിൽ സാൻഡ്വിച്ചൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ദഹിച്ചു പോകും. അപ്പോൾ ദേ ഞാനാണെങ്കിലേ എനിക്ക് കുറച്ച് ഐസ്ക്രീം കഴിക്കാനൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അമൂലിൻ്റെ പണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ സിമ്പിൾ വാനില ഫ്ലേവർ ഐസ്ക്രീം, അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. നമ്മുടെ ആട്ട കഴിഞ്ഞ് പോയായിരുന്നു. പിന്നെന്താ, സോനാ മസൂരിയുടെ റൈസ്, അതവിടെ ലൂസ് അരിയാണ് നല്ലത്. ബാസ്മതിയുടെ നമുക്ക് പാക്കറ്റ് കിട്ടും, പക്ഷേ സോനാ മസൂരി ലൂസായിട്ടാണ്, അതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെന്താ, പിന്നെ മൈദ കേക്ക് ഉണ്ടാക്കണം, നമുക്കൊരു ദിവസം കേക്ക് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ വെർമസലി, സൂജി, എന്താ പറയുക സവാള, പച്ചക്കറിയൊക്കെ എന്തൊക്കെയോ ബീറ്റ്റൂട്ടും ക്യാരറ്റും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. സവാള ഉരുളക്കിഴങ്ങൊക്കെ കഴിഞ്ഞു. സവാള ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ എപ്പോഴും വേണ്ടതാണ്. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങൾ. പിന്നെ തക്കാളി കംപ്ലീറ്റ് കഴിഞ്ഞിരുന്നു. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ വാട്സാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായാലും വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പാക്കി വെക്കട്ടെ. പിന്നെ നമ്മുടെ മാങ്ങയുടെ സീസൺ കഴിഞ്ഞു, അധികം മാങ്ങയൊന്നും ഇപ്പോൾ വരാറില്ല. ഇഞ്ചി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചമുളക്, വെളുത്തുള്ളി, ഇതൊക്കെ കുറച്ച് കാരണം ഒരുപാട് വാങ്ങിച്ച് വെച്ചിട്ടും കാര്യമില്ല. അത്യാവശ്യത്തിന് ഞാനങ്ങ് വാങ്ങും. രാക്കെ പോയി വാങ്ങിക്കുവാണെങ്കിൽ കുറേ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അതേ നമ്മുടെ മാങ്ങ ഉണ്ടോ, 3 എണ്ണേ ഉള്ളൂ. ഉള്ളത് കൊടുത്തു വിട്ടു, നല്ലത് നോക്കി എന്ന് പറഞ്ഞു. കാരണം സീസൺ കഴിഞ്ഞു, ഓൾമോസ്റ്റ് ലാസ്റ്റ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും സാരമില്ല. ഡിന്നറിന് ഇതേ ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എൻ്റേതായ സ്റ്റൈലിൽ നിന്നൊരു പുതിയ സ്റ്റൈലിൽ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ വെന്ത് വന്നിട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ വെക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ടിൻഡ് കോക്കനട്ട് മിൽക്ക് നമ്മൾ ഇപ്പോൾ വാങ്ങാറുണ്ട്. അപ്പോൾ അതൊരു പ്രാവശ്യം എന്തിനോ ഉപയോഗിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എന്തിനാ ഉപയോഗിച്ചതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി പൊട്ടിച്ചത് നമുക്കിവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ കോക്കനട്ട് മിൽക്ക്, അത് ഫ്രിഡ്ജിൽ ഇരുന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ കറിയിൽ ചേർക്കാമെന്ന്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറിയിൽ നമ്മുടെ കോക്കനട്ട് മിൽക്ക് നല്ല തിക്കായിട്ടുള്ള കേട്ടോ. ഇപ്പം തിളച്ച് വന്ന് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു.
പിന്നെ കുറച്ചും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുക, കാരണം ഒരു ടേസ്റ്റ് ഇരിക്കട്ടെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ സാധാരണ തേങ്ങാപ്പാലിൻ്റെ തന്നെ ടേസ്റ്റ്, വേറെ നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ ടേസ്റ്റൊന്നും വരുന്നില്ല. അത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നിർത്താം, റെഡിയാവും. പിന്നെ ഞാൻ കൂടെ നമ്മുടെ നൂൽപുട്ടെന്ന് രാഖിയുടെ സൈഡിലോട്ട് പറയും, ഞങ്ങൾ ഇടിയപ്പം എന്ന് പറയും. നമ്മുടെ പുഞ്ചപ്പൊടി ഉപയോഗിച്ചിട്ട് ചെമ്പാവരി, ചുമന്ന അരി ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഏവീസിൻ്റെ, അതും കുറച്ച് ചൂടുള്ള ഉപ്പൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി ഉരുട്ടി നമുക്ക് നമ്മുടെ ഇടിയപ്പച്ചെമ്പിൽ ഇത് അധികം മേളി കയറി പോകത്തില്ല കേട്ടോ, അധികം നല്ലൊരു കുഞ്ഞുണ്ടോ ലാസ്റ്റ് വരത്തുള്ളൂ. ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ ഒരു കൊഴുക്കട്ട പോലെ ഇങ്ങനെ ഉരുട്ടി വെക്കുന്നത്, ആ ഒരു സെറ്റപ്പിൽ അത്രയേ ഉള്ളൂ. നമുക്കൊരു ഓൾമോസ്റ്റ് മുഴുവൻ പിഴിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ വലുതായിട്ട് വെക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഒറ്റ ട്രിപ്പിന് അങ്ങ് തീരുമല്ലോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ 2-3 ട്രിപ്പ് കൂടെ നിന്ന് വലിയ ബുദ്ധിമുട്ടാണ്, ഒറ്റ ട്രിപ്പാകുമ്പോൾ അങ്ങനെ അങ്ങ് തീരും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടോ, സൂപ്പറല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.